ശബരിമലയിൽ പിണറായി വിജയന്റെ റോൾ എന്താണോ അത് തന്നെയാണ് അയോധ്യയിൽ സംഘപരിവാറിൻ്റെയും റോളെന്ന് രാജ്യം തിരിച്ചറിയുകയാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ അഴിമതി വെറുമൊരു സാമ്പത്തിക തട്ടിപ്പെന്നതിനേക്കാൾ വലിയൊരു സംഭവത്തിലേക്ക് നീങ്ങുകയാണ്. സമൂഹത്തെ നെടുകയും കുറുകയും പിളർക്കുന്ന മതരാഷ്ട്രീയ ഭിന്നതയുടെ തലത്തിലേക്കാണ് വിവാദം അതിവേഗം രൂപവും ഭാവവും പ്രാപിക്കുന്നത്. രാമക്ഷേത്രത്തിൽ കൈനീട്ടമായി കിട്ടിയ തുക അതിൻ്റെ നടത്തിപ്പുകാർ കൈയിട്ട് വാരിയെന്ന ആരോപണം ഏറ്റവും അധികം ബാധിച്ചതും അതുകൊണ്ട് സംഘപരിവാറിനെ തന്നെയാണ്. നിരവധി സ്വാമിമാരും ശങ്കരാചാര്യന്മാരും സംഘപരിവാറിൻ്റേത് വ്യാജ ഹിന്ദുത്വമാണെന്ന് വാദിച്ച് രംഗത്ത് വരുന്ന സമയത്താണ് അതേ സംഘപരിവാർ ഈ വലിയ അഴിമതി കേസിൽപ്പെടുന്നത്. പ്രതിപക്ഷ പാർട്ടികളും പ്രശ്നത്തെ ഗൗരവമായി ഏറ്റെടുക്കുകയും പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അന്വേഷണ ഏജൻസികളും ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതമായിരിക്കുന്നു ഇപ്പോൾ ഈ രാജ്യത്തിന് മുന്നിൽ. അതിനിടയിലാണ് SP നേതാവ് സ്വാമി പ്രസാദ് മൗര്യ ഒരു സെൽഫ് ഗോൾ അടിച്ചിരിക്കുന്നത്. കോഴയെക്കുറിച്ച് ആദ്യം ആരോപണം ഉന്നയിച്ചത് SP നേതാവ് തേജ് നാരായണൻ പാണ്ഡെയായിരുന്നു. 7.5 കോടിയോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ് വലിയ വിവാദങ്ങളിലേക്കും നടപടികളിലേക്കും എത്തിച്ചത്. രാമക്ഷേത്രത്തിൻ്റെ നടയിലാണ് അഴിമതി നടന്നത് എന്നോർക്കണം. അതേ രാമക്ഷേത്രത്തിൻ്റെ പേരും പറഞ്ഞാണ് പതിറ്റാണ്ടുകാലം പിടിച്ചു നിന്നതും അവസാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ രാജ്യത്തിൻ്റെ ഭരണത്തിലേക്ക് തന്നെ BJP കടന്നുകൂടിയതും. കൈനീട്ടമായി കിട്ടിയ സ്വർണവും വെള്ളിയുമൊക്കെയാണ് അവിടുന്ന് അപ്രത്യക്ഷമായത് എന്ന് പറയുമ്പോൾ അധികാരവർഗത്തിനെതിരെയാണ് ഇപ്പോൾ മുഴുവൻ കള്ളപ്പണത്തിൻ്റെയും സ്രോതസ് എന്ന് വ്യക്തമായി വരികയാണ്. എന്നിട്ടും കുറ്റവാളികൾ രക്ഷപ്പെട്ടു എന്നാണ് മൗര്യ ഇവിടെ വിമർശിച്ചിരിക്കുന്നത്. വലിയൊരു തീപ്പൊരിയായി മാറിയിരിക്കുകയാണ് ഈ പ്രസ്താവന തന്നെ. സന്യാസിമാർ കൂട്ടത്തോടെ മൗര്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. സനാതന ധർമ്മത്തെ തന്നെയാണ് മൗര്യ ആക്രമിക്കുന്നതെന്ന് ശ്രീ ഹനുമാൻഗഡിയിലെ മഹന്ത് രാജുദാസ് പറയുകയും ചെയ്തു. BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി ജ്യോതിർമഠം ശങ്കരാചാര്യ സ്വാമി അഭിമുഖേശ്വരാനന്ദ സരസ്വതി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. അങ്ങനെ സ്വാമിമാരെല്ലാം സംഘപരിവാറിനെതിരെയായി മാറുന്ന ഒരവസ്ഥ. രാമക്ഷേത്രത്തെ ഒരു സംഘപരിവാർ പദ്ധതിയാക്കി മാറ്റിയതിൽ നേരത്തെ മുതൽ തന്നെ നിരവധി സന്യാസിമാർക്ക് വലിയ പരാതിയാണ് ഉള്ളത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ 4 പ്രമുഖ മഠങ്ങളിലെ ശങ്കരാചാര്യന്മാരിൽ ഒരാൾ പോലും പങ്കെടുത്തിരുന്നില്ല. പരമ്പരാഗത രീതികളെയും ആചാരങ്ങളെയും ലംഘിക്കുന്ന രീതിയിലായിരുന്നു ആ പ്രാണപ്രതിഷ്ഠയെന്ന് ഗോവർദ്ധൻ മഠത്തിലെ ശങ്കരാചാര്യ നിശ്ചലാനന്ദ സരസ്വതിയും നിർമ്മാണം പൂർത്തിയാവാത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് ഹിന്ദുശാസ്ത്രത്തിന് എതിരാണെന്നും ജ്യോതിർമഠം ശങ്കരാചാര്യസ്വാമി കുറ്റപ്പെടുത്തുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അയോധ്യയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 8 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതികളിൽ നിന്ന് 80 ലക്ഷത്തോളം രൂപയാണ് പിടിച്ചെടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 2 പ്രമുഖ സംഘപരിവാർ നേതാക്കൾ ആ ട്രസ്റ്റിൽ നിന്നും രാജിവെച്ചു. അതായത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്തൊരു വിശ്വസ്തൻ കൂടിയാണ്. സീനിയർ ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയും രാജിവെച്ചവരിൽ പെടുന്നു. 1970-കൾ മുതൽ RSS ബന്ധമുണ്ട് ഇവർക്ക്. മുഴുവൻ സമയം പ്രചാരകന്മാരായിരുന്നു. പിന്നീട് VHP നേതാവ് അശോക് സിംഗാൾ നേരിട്ടാണ് ഇദ്ദേഹത്തെ രാമജന്മഭൂമി പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. പടിപടിയായി ഉയർന്ന് VHP അന്തർദേശീയ വൈസ് പ്രസിഡന്റായി അദ്ദേഹം 2020-ലാണ് രാമക്ഷേത്ര ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയായി നിയമിതനായത്. അതിനുശേഷമാണ് ഈ നടന്നതല്ല. സീനിയർ RSS പ്രവർത്തകനായിരുന്ന അനിൽ മിശ്രയും ഭാര്യയുമായിരുന്നു 2024-ലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാൻ യജ്മാന്റെ പദവിയിൽ ആതിഥേയരായി സേവനമനുഷ്ഠിച്ചത് എന്നും മറക്കരുത്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ വിശ്വസ്തരും അയോധ്യയുടെ നടത്തിപ്പുകാരുമായിരുന്ന സംഘപരിവാർ നേതാക്കൾ ഇങ്ങനെ പിടിക്കപ്പെടുമ്പോൾ അവർ ശബരിമലയിലെ പത്മകുമാറിനേക്കാളും വാസുവിൽ നിന്നുമൊക്കെ എന്താണ് വ്യത്യാസമെന്ന് മാത്രമേ അറിയാൻ ബാക്കിയുള്ളൂ. നമുക്കറിയാം 2027 മാർച്ചിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന UP-യിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് വരാൻ പോകുന്നത് വലിയ തിരിച്ചടിയാണ്. ശബരിമലയിൽ കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് എത്രത്തോളം തിരിച്ചടി ഉണ്ടായി, അതിനേക്കാളും വലിയ രീതിയിലായിരിക്കും സംഘപരിവാറിൻ്റെ ഏറ്റവും അടുത്ത ആളായ യോഗിക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നരേന്ദ്രമോദി അയോധ്യയെ ഉപയോഗിച്ച് കളിച്ച രാഷ്ട്രീയമെല്ലാം അയോധ്യയുടെ അഴിമതിക്കേസിൽ തന്നെ മുങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു.